ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ കണ്ടോ? ഇതെന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലെ ഗിവ് അവേ 5 മെൻഷൻ ചെയ്യണം, 5 ലവ് ചിഹ്നായിരിക്കണോ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നല്ല. ഇതെന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലേ ഒരു നല്ല ഫേമസ് ബ്ലോഗറാണ്. ഐഫോൺ ഒരു 1000 മൊബൈൽ വരെ ദുബായ് ദേറെ ഗോൾഡ് ഷൂക്കിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ കൊടുത്തത് എടുത്തിങ്ങനെ കൊടുത്തതാണ്. അതല്ലാതെ അവൻ പറഞ്ഞിട്ട് ഒരാളെടുത്തും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് അടിക്കണം, പിന്നെ കമൻറ്റ് ചെയ്യണം, അതും ഹാർട്ട് കമൻറ്റ് ചെയ്യണം ഒന്നും പറഞ്ഞിട്ടില്ല. അവൻ പറഞ്ഞത് എന്നാൽ എടുത്തോളൂ. ഒരുപാട് ഗിവ് അവേ കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരെ അഹങ്കാരം കണ്ടിട്ടുണ്ടോ? ഇത് ഫോളോ ചെയ്യണം, താഴത്ത് മെൻഷൻ ചെയ്ത ആൾക്കാരെ ഫോളോ ചെയ്യണം, ഇത് ഗിഫ്റ്റ് തരുന്ന ആൾക്കാരെ സ്പോൺസർമാരെ ഫോളോ ചെയ്യണം, ആർട്ട് കമൻറ്റ് ചെയ്യണം. അവൻ്റെ ആർട്ട് വരക്കേണ്ട മൂഡ്. എന്നിട്ട് നോക്ക്, ഇതും പറയുന്നത് ഈ ചങ്ങായി വന്നിട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുവരെ കാണാത്ത ഒരു വ്യക്തിയാണ് അതെല്ലാം മേടിച്ചുകൊണ്ട് പോയത്. അത് ചില ആൾക്കാർ ഐഫോൺ ഉള്ള ആൾക്കാരായിരിക്കും, ഐഫോൺ പിടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരായിരിക്കും, ഐഫോൺ പിടിച്ച് മടുത്ത ആൾക്കാരായിരിക്കും. എല്ലാവർക്കും ഫ്രീ കൊടുത്തത് ഓരോരോ ആൾക്കാരില്ലേ ഏറ്റവും കൂടുതൽ ഗിവ് അവേ ആയിട്ട് പറ്റിക്കുന്നതും കൊടുക്കുന്ന ആൾക്കാരുടെ കേരളത്തെ അവർക്കൊന്നും പഠിച്ചോളൂ. അത്ര നിങ്ങൾക്ക് തൻ്റെ ഉണ്ടെങ്കിൽ ചെറ്റകളെ അത്ര വലിയ തൻ്റെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കടാ. ഇതുപോലെ ഫ്രീ ആയിട്ട് കൊടുത്ത് പഠിക്ക്. ഗിവ് അവേ എന്ന് കുറേ ആൾക്കാർ ഒരു ചരക്കുന്നില്ലേ, ആ ചരക്കുന്നവർക്കൊക്കെ ഒരു പാഠമായിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലോഗർമാരൊക്കെ ഉണ്ട് കേട്ടോ, അവരെ കണ്ട് പഠിച്ചോളി. എത്ര ആൾക്കാർ ഫ്രീ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ, ഇതുപോലെ എത്ര ആൾ കൊടുത്തിട്ടുണ്ട്. കൊടുത്ത ആളെ മെൻഷൻ ചെയ്ത് നോക്കി. ഞാൻ ആൾക്കാർ കുറ്റം പറയുന്നതല്ല. ഒരുപാട് ആൾക്കാർ അഹങ്കാരത്തോട് പറഞ്ഞു ഞങ്ങൾ ഗിവ് അവേ കൊടുക്കുന്നുണ്ട്, നാളെ ഗിവ് അവേ, മറ്റന്നാൾ ഗിവ് അവേ, ലൈവിൽ ഗിവ് അവേ, മറിച്ച ഗിവ് അവേ. ഒരു വീഡിയോ പോലും ഓണാക്കാതെ ഓൻ കൊടുത്തത്, ഓൻ്റെ വീഡിയോ വൈറലായത് ബാക്കിയുള്ള ആൾക്കാർ വീഡിയോ ഇട്ടിട്ടാണ്. അങ്ങനെ വേണം യഥാർത്ഥത്തിൽ ബ്ലോഗർ എന്നത്. നിങ്ങൾക്ക് എന്തറിയാടേ? നിങ്ങൾ റീച്ചും കമൻറ്റും സബ്സ്ക്രൈബ് മാത്രമല്ല, ഇങ്ങനത്തെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. അതാണ് ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാൻ ഓരോരു തെണ്ടി പട്ടികൾക്ക് ഇല്ല. അതുകൊണ്ട് ഇതുപോലത്തെ ഉണ്ടല്ലേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ, നല്ല കാര്യങ്ങൾ ചെയ്തോളി. ഓരോ ആൾക്കാർ ഞങ്ങൾക്ക് റീച്ചാണ്, ഞങ്ങൾ ഇൻഫ്ലുവൻസറാണ്, ഒരു അഹങ്കാരമുണ്ട്. ഒരു വീഡിയോ വൈറലായാൽ മതി, അപ്പം ഇൻഫ്ലുവൻസർ എന്ന് ചരക്കുന്നില്ലേ. ആ ചരക്കുന്ന ആൾക്കാരത് ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ കണ്ട് പഠിക്കൂ. സമൂഹത്തിൽ നല്ല ആൾക്കാരെ പഠിക്കൂ. ഇങ്ങനെ പറയും ഇത് വല്ല അനാഥാണ്ടത്ത് കൊടുത്തതെന്നല്ലല്ലേ, ഒരാൾക്കാർക്ക് ഐഫോൺ കൊടുത്തതല്ലേ. ഇതും ഒരു നല്ല കാര്യം തന്നെ അവൻ ചെയ്തത്. അല്ല പറഞ്ഞെങ്കിൽ അവൻ ഫേമസ് ഒരു ബ്ലോഗറാണ്, സംബന്ധിച്ച ഒരു പണക്കാരാണ്, യൂട്യൂബിൽ നിന്ന് കോടികൾ വരുന്നുണ്ട്, അത് വേറെ കാര്യങ്ങളാണ്. പക്ഷെ അവൻ ഗിവ് അവേ ആയിട്ട് കൊടുത്തതല്ല. അതാണ് എനിക്ക് സന്തോഷമായത്. അവൻ കൊടുത്തത് ഫ്രീ ആയിട്ട് എന്നാൽ പിടിച്ചോളൂ, എടുത്ത് കൊടുക്കുന്നു, പലരും സീറിന് കൊടുക്കും പോലെ. അതാണ് വേണ്ടത്, മനസ്സിലായില്ലേ? അപ്പോൾ ആർക്കെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മീയും ഇല്ല. ഓക്കെ, എന്നാൽ നന്ദി, നമസ്കാരം.